സംസ്ഥാനത്തെ മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയോടുകൂടിയിട്ടാണ്. മദ്യനയം രൂപീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഘട്ടം എക്സൈസ് വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയാണ്. ഈ വർഷം നയം ആവിഷ്കരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രാഥമിക ചർച്ച പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ജൂൺ 12, 13 തീയതികളിലാണ് ആ ചർച്ച നടത്താനിരിക്കുന്നത്. മാത്രമല്ല, മദ്യ നയം ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു കരട് നയം തയ്യാറാക്കി. ഒരു നയപരമായ പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ കൂടി നടത്തി. പിന്നീട് ക്യാബിനറ്റിന്റെ കൂടി അംഗീകാരത്തോടു കൂടിയാണ് മദ്യനയം നിലവിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും പ്രാഥമികമായ ഘട്ടം പോലും ഇവിടെ നടത്തിയിട്ടില്ല. നോട്ടീസിൽ ആരോപിക്കുന്നത് പോലെ 2 യോഗങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഒന്ന് ചീഫ് സെക്രട്ടറി നടത്തിയ യോഗമാണ്. അത് മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗമല്ല. സംസ്ഥാനത്തിന്റെ വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുന്നതിനും ഭരണകാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാനുള്ള സെക്രട്ടറിമാരുടെ യോഗമായിരുന്നു. ആ യോഗത്തിൽ അനേകം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് സംബന്ധിച്ച് അത് മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗമല്ല എന്ന കാര്യം ചീഫ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ടൂറിസം ഡയറക്ടർ സംഘടിപ്പിച്ച ഒരു യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതും പതിവായി നടക്കുന്ന, റുട്ടീനായിട്ട് നടക്കുന്ന ഇൻഡസ്ട്രി കണക്ട് യോഗങ്ങളുടെ ഭാഗമാണ്. മദ്യവ്യവസായവും ടൂറിസം വ്യവസായവും തമ്മിലുള്ള ബന്ധം കേരളത്തിൽ എല്ലാ സർക്കാരുകളും ഇതിനു മുമ്പ് കണക്കിലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പതിവായി നടക്കുന്ന ഒരു യോഗം, ഡയറക്ടർ തലത്തിൽ മാത്രം നടന്ന ഒരു യോഗം, അതിനെ സംബന്ധിച്ച് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്നുള്ള കാര്യവും ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി സർക്കാർ പ്രാഥമിക നടപടി പോലും സ്വീകരിക്കാത്ത മദ്യനയത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ആ വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു വാട്സാപ്പ് വോയിസ് ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. ആർക്ക് എന്നില്ലാതെ ഒരാൾ മദ്യനയത്തിന്റെ പേരിൽ പണം ആവശ്യപ്പെടുന്ന വാട്സാപ്പ് വോയിസ് ക്ലിപ്പാണ് വന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സർക്കാർ ശക്തമായ നടപടിയെടുത്തു. എന്റെ ഓഫീസ് തന്നെ DGPക്ക് അത് സംബന്ധിച്ച് പരാതി കൊടുത്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്വേഷണം നടക്കുന്നില്ല എന്ന നോട്ടീസിലെ പരാമർശവും അടിസ്ഥാനരഹിതമാണ്.